ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണല്ലോ. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. വലിയ നിയമസഭാ പാർലമെന്റ് ഇലക്ഷനുകൾക്ക് മുൻപ് അടിസ്ഥാന മേഖലയിൽ നിന്ന് തന്നെ തുടങ്ങുന്നതല്ലേ ഏറ്റവും ഉചിതമായ കാര്യം? അവിടെ മുതലേ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം തുടങ്ങരുതോ? തീർച്ചയായിട്ടും രോഹിണി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് പഞ്ചായത്ത് ലെവലിൽ തന്നെ, ഞാനതിനെ ലാഘവപ്പെടുത്തി പറഞ്ഞതൊന്നുമല്ല, കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് SDP-യുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഇപ്പോൾ പത്തനംതിട്ടയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഘടനയുണ്ട്. അവിടെ മുസ്ലിം ലീഗിൽ നിന്ന് മാറി അവർ സ്വതന്ത്രമായിട്ട് മത്സരിച്ചൊരു സ്ത്രീയുടെ പിന്തുണയോടുകൂടിയാണ്. അതാണ് SDP എന്ന് പറഞ്ഞ ആദ്യത്തെ ന്യായം. ഇങ്ങനെ ഓരോ സംഘടനകളുടെ ഓരോ സ്ഥലത്തും CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്ന സ്ഥലങ്ങളിലുള്ള ഓരോ കള്ളത്തരങ്ങളും വെളിവായി എന്നിട്ടിരിക്കുക. വളരെ നമ്മൾ അരിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 4 സ്ഥലത്തെ കാണും ഇവരുടെ കാണും പിന്തുണയോടുകൂടി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. അത് കൃത്യമായിട്ട് തന്നെ കണക്കെടുക്കേണ്ടി വരും. എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒന്നും വോട്ട് വാങ്ങിക്കൊണ്ട് ഒരു സ്ഥലത്തും ജയിക്കാൻ പോകുന്നില്ല. അത്തരം വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അതേ ഐഡിയകൾ തന്നെയാണ് ഇവർ പറയുന്നത്. അധസ്ഥിത ജനതയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണെന്ന് ഇയാൾ അറസ്റ്റ് ചെയ്തത്. അവരുടെ പറച്ചിൽ കേട്ടോണം. അധസ്ഥിത ജനതയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ പോസ്റ്ററിലൂടെ പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ പ്രഖ്യാപനം കേൾക്കണം. വഖഫ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് പ്രചരണം സംഘടിപ്പിക്കുന്നത്. അല്ലാതെ കള്ളപ്പണ കേസിലും മണി ലോണ്ടറി കേസിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത ഒരാളെ ന്യായീകരിച്ച് വെള്ളപൂശിയെടുക്കുന്ന SDP-കാരൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ ചിരിച്ചുപോയി. ഞാനത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നതിന് ഇടയ്ക്കൂടെ ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിങ്ങനെ പോയത്. ആദ്യമായിട്ടാണ് ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കുന്നത്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് കരിമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഇടിച്ചു കയറിയിട്ട് ജനങ്ങളോടൊപ്പമാണ്. വിഴിഞ്ഞം സമരമുഖത്തും ഇവരുണ്ടായിരുന്നു തുറമുഖം വരുന്നതിനെതിരെ. അപ്പോൾ ഇവർക്ക് വരുന്നത് SDP-കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി കുറേ ഭാഗത്ത് SDP-കാർ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും 5 പൈസ പിരിക്കാറില്ല ആരുടെയും കയ്യിൽ നിന്നും. ഒരു ഇലക്ഷൻ ഫണ്ടും ഇല്ല, ആരുടെ കയ്യിൽ നിന്നും 5 പൈസയും വാങ്ങാറുണ്ട്. പക്ഷേ ഇവരെല്ലാം വളരെ ഗംഭീരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഫണ്ടിൻ്റെ ആവശ്യമില്ല. കാര്യം എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട് വരുന്നത്, ആരാണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്? പല ആളുകളും ഈ കള്ളപ്പണ ഇടപാടുകൾ നമ്മൾ ഈ പറഞ്ഞ കണക്കല്ല ഹുണ്ടി ഇന്നാണ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ കറൻസി കൊടുത്തു കഴിഞ്ഞാൽ, വിദേശത്ത് കറൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പൈസ ഒരു 3 മാസം കൊണ്ട് അവിടെ കൊടുത്താൽ മതി. മുഴുവൻ എമൗണ്ടും വീട്ടിലെത്തിക്കുന്ന ഒരു പരിപാടി വിദേശ രാജ്യങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് വിശിഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് K. പ്രമോദ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയപ്പോഴത്തേക്ക് ക്രിപ്റ്റോ കറൻസി മാതൃകയിലേക്ക് വന്നത്. പക്ഷേ ശരി തന്നെയാണ്, കേരളത്തിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഇല്ല. ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഇല്ലാത്തതും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തതും കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. കേരളം കുറച്ചുകൂടെ മുന്നിലുള്ള ഒരു സംസ്ഥാനം ആയതുകൊണ്ടാണ് തമിഴ്നാടിനെ പോലെ, മഹാരാഷ്ട്രയെ പോലെ, ബാംഗ്ലൂരിനെ പോലെ അല്ലെങ്കിൽ കർണാടകയെ പോലെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡറൊന്നും ഇല്ലാത്തത്. നമ്മൾ ഷൂട്ട് അറ്റ് സൈറ്റ് മംഗലാപുരത്തുണ്ടെന്ന് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ വയ്ക്കാത്തതും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെ വയ്ക്കാത്തതും? അത്ര സുരക്ഷിതമായൊരു സ്ഥലമാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡറൊന്നും വേണ്ട. അതിശക്തമായ രീതിയിൽ ഇവരെ പുറലോകം കാണിക്കാത്ത രീതിയിൽ ജയിലിലടയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് ഇവരെ ഇരുട്ടറയിലേക്ക് തള്ളേണ്ടുന്ന ആവശ്യങ്ങൾ വരും. വധശിക്ഷ, ഷൂട്ട് അറ്റ് സൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഞാനെതിരാണ് വ്യക്തിപരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാര്യം വധം ഒന്നിനും അല്ലെങ്കിൽ കൊലപാതകം ഒന്നിനും പരിഹാരമല്ല. ഈവൻ ഒരു കൊലക്കേസിലെ പ്രതിയെ പോലും തൂക്കിക്കൊല്ലുന്നതിന് ഞാൻ എതിരാണ് വ്യക്തിപരമായിട്ട്. അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച നടപടിയല്ല എന്ന് കരുതുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത്. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബീഹാറിലാണ്, ജംതാര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് അഡ്വക്കേറ്റ് K. പ്രമോദ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാടിൽ ഏറ്റവും കൂടുതൽ മണി ഫ്രോഡ് നടക്കുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്രൈം റെക്കോർഡുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സംസ്ഥാനത്താണ്
കൂടുതലെന്നും കൃത്യമായിട്ടും ഈ ജംതാരയൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതിനെക്കുറിച്ച് ഒരുപാട് സിനിമകളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരുടെ ഒരു പിന്നെ ഇവിടെ നിന്നുകൊണ്ട് എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്ത് ഇന്തോനേഷ്യയിലും മറ്റ് സ്ഥലങ്ങളിലും പോയിരുന്നുകൊണ്ട് ആളുകളുടെ പൈസ അടിച്ചു മാറ്റുന്ന, അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്ത രീതിയിൽ അവരെ കൊണ്ട് ഫോൺ മലയാളത്തിൽ സംസാരിപ്പിക്കുന്ന സംഘങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള സംഘങ്ങളുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ഫണ്ട് കൃത്യമായിട്ട് വരുന്നത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കാണ്, ഭീകര പ്രവർത്തനങ്ങൾക്കാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഈ ഫണ്ട് വരുന്നത്. ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനം വ്യക്തമാക്കുന്നുണ്ട്. ഈ SDPIയുടെ എല്ലാ ഫണ്ടിങ്ങും PFI തന്നെയാണ് നൽകുന്നത് എന്നുള്ളത്. അവിടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം അടക്കം PFI തന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് ED വ്യക്തമാക്കുന്നുണ്ട്. ശ്രീ ജയരാജ് നേരത്തെ ചൂണ്ടിക്കാട്ടി SDPIയുടെ ഇരവാദം, MK ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇരവാദം സ്വാഭാവികമാണ്. അത് അവർക്ക് അത്തരത്തിൽ മാത്രമേ അത് ന്യായീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മളൊന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് PFI റെയ്ഡ് നടക്കുന്ന വേളയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഇത്ര തിടുക്കപ്പെട്ടു വേണ്ട, അവർ വേട്ടയാടപ്പെടുകയാണ് എന്ന് തോന്നരുത് എന്നുള്ളത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സംരക്ഷിത കവചം അവർക്ക് നൽകുന്നുണ്ട് കേരളം, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള മട്ടിൽ ചില പ്രവൃത്തികളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഇരവാദമാണെങ്കിൽ ആ ഇരയെ തങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം ഒരു പരിധിവരെ എന്നുള്ളൊരു സൂചനയും നൽകുന്നുണ്ട്. അങ്ങനെയല്ല, കുറച്ചധികം മിസ്ക്രിയൻസിൻ്റെ പേരിൽ ഒരു ജനസമൂഹത്തിന് മുഴുവൻ ഇതിനെ കുറ്റവാളികളാക്കി കാണിക്കുന്നതിനോടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഉദാഹരണത്തിന് ചില ടെർമിനോളജി നേരത്തെ പറഞ്ഞ പോലെ നാർക്കോട്ടിക് ടെററിസം എന്നാണ് യൂസ് ചെയ്തത്, സാധാരണ നാർക്കോ ജിഹാദ് എന്നാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചില ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള കുറേ ടെർമിനോളജി യൂസ് ചെയ്തിട്ട് ഒരു ജനസമൂഹത്തിന് മുഴുവൻ കുറ്റക്കാരാക്കുന്നത്. അതിനകത്ത് കുഴപ്പക്കാരുണ്ട്. ഇപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ മാലേഗാവ് സ്ഫോടനം നടത്തിയെന്ന് പറഞ്ഞിട്ട് എല്ലാ ഹിന്ദു സംഘടനക്കാരെയും പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ കാണുമോ? ഹിന്ദു മഹാസഭ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹിന്ദു സംഘടനകളും അങ്ങനെയാണോ? കർണി സേന ഒരു സിനിമയെ തടഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാ സംഘപരിവാരുകാരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. ഓരോന്നിനും അതിൻ്റെതായ രീതികളും. ഇപ്പൊ ബജ്രംഗ് ദളിന്റെ രീതി റെയ്ഡിനെയാണ് അത്തരത്തിൽ പറഞ്ഞത്, അല്ലാതെ പൊതുവായി മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതല്ല. അന്ന് PFI റെയ്ഡ് ആയിരുന്നു നടന്നത്. അതുകൊണ്ടാണല്ലോ പല PFI ഓഫീസുകളിലും വീടുകളിലും എത്തിയപ്പോൾ അവിടുന്ന് നേതാക്കൾ അപ്രത്യക്ഷരായത്. അങ്ങനെയല്ല, അത് ഈ പറഞ്ഞത് കണക്കോലെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും പോലീസിനകത്ത് എന്തെല്ലാം ടൈപ്പ് കോൺഗ്രസ്സുകാരായിട്ടുള്ള പോലീസുകാരുണ്ട്, ഇടതുപക്ഷക്കാരായിട്ടുള്ള പോലീസുകാരുണ്ട്, BJPക്കാരായിട്ടുള്ള പോലീസുകാരുണ്ട്, ഈ പറഞ്ഞ കണക്കോലെ SDPIക്കാരുള്ള പോലീസുകാരും PFI അനുകൂലികളായിട്ടുള്ള പോലീസുകാരും പൊതുസമൂഹത്തിൽ നിന്നാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഒരു പോലീസുകാരനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യേണ്ടിയും വന്നു. ചോർത്തിക്കൊടുത്തതടക്കം കേരളത്തിലെ RSS നേതാക്കളുടെ ലിസ്റ്റ് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഒരു സിവിൽ പോലീസ് ഓഫീസർക്ക് ഡ്യൂട്ടിയിൽ നിന്നല്ല സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം കൂടി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഉയർന്ന IAS IPS ഓഫീസർമാർക്ക് ഹിന്ദു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായി. ആ വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സാഹചര്യത്തിൽ. ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം ആരാണ് റീപ്പ് ചെയ്യുന്നത്? ഭൂരിപക്ഷ വർഗീയത പറയുന്നവരാണ്. ആ ഭൂരിപക്ഷ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ന്യൂനപക്ഷ വർഗീയത പറയുന്നവർ അതിന്റെ ഗുണം റീപ്പ് ചെയ്യും. അത് സ്വാഭാവികമാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായ സഹകരണ മുന്നണിയാണ്. ഇത് തന്നെയാണ് ശ്രീ വി ജയരാജ് കാലങ്ങളായി പുലർത്തി വരുന്ന ഇരവാദം എന്ന് പറയുന്നത്. ഈ ന്യൂനപക്ഷ വർഗീയത ഉടലെടുത്തത് തന്നെ ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നാണ് എന്നുള്ളൊരു ആശയം എന്തായാലും അത് ഒരു ഭാഗത്ത് നന്നായി തന്നെ കൊഴുക്കുന്നുണ്ട്. ശ്രീ VR രാജശേഖരൻ, അതിനിടയിൽ ശ്രീ പ്രമോദിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതെ, വളരെ പെട്ടെന്ന്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ പോലീസ് അസോസിയേഷനിൽ 2 വിഭാഗം, അതായത് LDF UDF വിഭാഗം. ഇത് ഇലക്ഷനിൽ പോലും ഉണ്ട് അവർക്ക്. കേരളത്തിൽ മാത്രം, ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും പോലീസ് യൂണിയൻ ഇല്ല. അവിടെ ഇത് കേരളത്തിൽ മാത്രം സംഘടന, പോലീസ് സംഘടന. നിങ്ങളൊന്ന് ആലോചിക്കണം, പട്ടാളത്തിൽ ഇത് വന്നുള്ള സ്ഥിതി അവിടെ ഇല്ലല്ലോ. പോലീസില് ഒരിക്കലും രാഷ്ട്രീയ സംഘടനകൾ പാടില്ല. അത് വരുമ്പോഴാണ് ഇതിന്റെ കുഴപ്പം.